നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ ജംഷഡ്പൂർ FC വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC സെമി ഫൈനൽ മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ FC ജംഷഡ്പൂർ FCനെ തോൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാൾ FC ഇന്നലെ വിജയം കരസ്ഥമാക്കിയത്. ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലുമാണ് ഗോളുകൾ നേടിയത്. ഇജാസി എന്ന് പറയുന്ന താരം 19-ാം മിനിറ്റിലും അതേപോലെ തന്നെ 47-ാം മിനിറ്റിൽ സിവേരിയോ എന്ന് പറയുന്ന താരവുമാണ് ഈസ്റ്റ് ബംഗാൾ FCക്ക് വേണ്ടി ഗോളുകൾ നേടിക്കൊടുത്തത്. എന്തായാലും മികച്ച പ്രകടനം തന്നെയാണ് സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാൾ FC കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും ഈസ്റ്റ് ബംഗാൾ FC ഇപ്പോൾ ഫൈനലിൽ കടന്നിരിക്കുകയാണ് സൂപ്പർ കപ്പിൽ. നമുക്കറിയാം ISLൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമായിരുന്നു ഈസ്റ്റ് ബംഗാൾ FC. എന്നാൽ സൂപ്പർ കപ്പിൽ വന്നപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഫൈനൽ വരെ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി FC വേഴ്സസ് ഒഡീഷ FC മത്സരമാണ് സെമി ഫൈനലിൽ ഇന്ന് 7:30 നടക്കാൻ പോകുന്നത്. നമുക്കറിയാം ISLലെ 2 കരുത്തരായ ടീമാണ് ഒഡീഷ FCയും അതേപോലെ തന്നെ മുംബൈ സിറ്റി FCയും. എന്തായാലും ഇതിൽ ഏത് ടീം വിജയിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കറിയാം മുംബൈ സിറ്റി FCയിൽ ജോർജ് പെരേര ഡയസിനെ പോലെയും അതേപോലെ ഒഡീഷ FCക്ക് വേണ്ടി ടീഗോ മൗറിഷ്യോനെ പോലെയുള്ള വമ്പൻ താരങ്ങളെല്ലാം ടീമിൽ നിലനിൽക്കുമ്പോഴത്തേക്കും ഏത് ടീം വിജയിക്കുമെന്ന് കണ്ടു തന്നെ ഇരിക്കണം. എന്തായാലും ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ പോകുന്ന ടീമിനെ നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായ ഇവാൻ്റെ കാര്യം തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യൻ ടീം ഏഷ്യൻ കപ്പിൽ 3 മത്സരങ്ങളിലും വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കൂട്ടം ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായ ഇവാൻ ആശാനെ ഇന്ത്യൻ കോച്ച് ആക്കണമെന്നൊക്കെ. എന്തായാലും ആരാധകരുടെ ആരാധന മൂത്ത് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവാൻ ആശാൻ മികച്ച പ്രകടനം തന്നെയാണ് ടീമിനെ കാഴ്ചവെപ്പിക്കുന്നത്. എന്തായാലും ഇവാൻ ആശാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഇന്ത്യൻ കോച്ച് ആകുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.